ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ താഴോട്ടൊന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് കോട വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കോട ഇപ്പോൾ വന്നിട്ടുണ്ട്. അടിപൊളി ക്ലൈമറ്റ്. പക്ഷെ സമ്മതിച്ചു തരത്തില്ല, കൊള്ളത്തില്ലെന്നാ പറയുന്നത്. ഇത്രയും നല്ലൊരു വൈബുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പറയുന്നത് പറ്റത്തില്ലെന്നാ. കണ്ടല്ലോ, സത്യസന്ധമായിട്ട് പിള്ളേർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവനെ നമുക്ക് കൂട്ടണ്ട, ഇവനെ നമുക്ക് ചവിട്ടി പുറത്താക്കി കേൾക്കാം. ചായ കുടിക്കാൻ പോവാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ്. പൂരിയുണ്ട്, പുട്ടുണ്ട്, കടലയുണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്. ഇപ്പം കോംപ്ലിമെൻ്ററി ആണേലും ഫുഡിനകത്ത് അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് കഴിയുന്നത്. എനിക്ക് തോന്നുന്നു പൈസ കൊടുത്ത് കഴിച്ചതിനെക്കാട്ടും നല്ല ഫുഡാണ് ഇപ്പോൾ രാവിലെ കിട്ടിയിരിക്കുന്നത്. ഗൈസ്, മഴ വന്നു. നമ്മൾ ഇന്നലെ ഒന്ന് പൂളിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ചെറുക്കിന് നിർബന്ധം ഒന്നും ഇറങ്ങണമെന്ന്. അപ്പോൾ മഴയാണെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്നുകൂടെ ഇറങ്ങാൻ പോകും. ഹാപ്പി ഹായ് പറഞ്ഞേ. വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. നേരത്തെ ഇറങ്ങിയപ്പോഴത്തേക്കും കോടയില്ല. പക്ഷേ ഇപ്പോഴത്തേക്കും കോട ഇറങ്ങി വരുന്നുണ്ട്. നേരത്തെ ഇറങ്ങിയതിനെക്കാട്ടി നല്ല തണുപ്പുണ്ട് ഇപ്പോൾ അല്ലേ? വിറക്ക് നോക്കുന്നുണ്ട്. നല്ല അടിപൊളി തണുപ്പ് വിറക്ക്. പക്ഷെ നേരത്തെ ഇത്ര ഇല്ലായിരുന്നു. നമ്മൾ വൈകുന്നേരം ഇറങ്ങിയപ്പോഴത്തേക്കും വെള്ളത്തിൽ വാ. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ ഒക്കെ? അടിപൊളിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം എല്ലാവരും വണ്ടിയിലോട്ട് കയറുവാണ്. കയറുമല്ലേ? പഠിച്ചേ ഇതിപ്പാ നീ ഹാപ്പി അല്ലേടാ? ഹാപ്പി അല്ലേ? സ്റ്റേ എടുത്തത് നമ്മൾ താഴ്വാരത്താണ്. താഴ്വാരം റിസോർട്ടിലായിരുന്നു. അപ്പം നമ്മൾ പോവുകയാണ്. അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനപ്പോൾ ചെറിയ രണ്ടൊന്ന് ഷോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. കിട്ടിയില്ല, നന്നായിട്ട് ഉദ്ദേശിച്ച പോലൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പോയി വണ്ടി കയറട്ടെ.